Good morning, students. So, last class we have started the lesson 13, the clothes we wear. So, today we are going to the remaining portion. So, we have learned what are traditional clothes and what are the different types of clothes women wear. Today, we are going to learn about what are the clothes men wear and some special dresses. അപ്പോൾ നമുക്ക് ചാപ്റ്ററിനകത്ത് പോകുന്നതിന് മുമ്പായിട്ട് ആ പേജിൽ ഫാക്ട് വൈസ് എന്നും പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട് ഒരു ബോക്സിൽ. ദ സ്കേർട്ട് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പീസ് ഓഫ് ക്ലോത്തിങ് ഇൻ ദ വേൾഡ്. അതായത് സ്കേർട്ട് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ആണ്. ജനറലി സ്കേർട്ട്സ് ആർ വോൺ ബൈ ഗേൾസ് ആൻഡ് വിമൻ. പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെയാണ് സ്കേർട്ട്സ് യൂസ് ചെയ്യുന്നത്. ഹൗവർ ഇൻ സ്കോട്ട്ലാൻഡ് ബോയ്സ് ആൻഡ് മെൻ വിയർ എ സ്കേർട്ട് ലൈക്ക് ഗാർമെൻറ്റ്. എന്നാൽ സ്കോട്ട്ലാൻഡിൽ ബോയ്സും മെന്നും ഒക്കെ ഈ സ്കേർട്ട് ഇടുന്നുണ്ട്. അവരിടുന്ന സ്കേർട്ട് ലൈക്ക് ഗാർമെൻറ്റിന് പറയുന്നതാണ് കിൽട്ട്, KILT, കിൽട്ട്. സോ സ്കേർട്ട് ലൈക്ക് ഒരു ഡ്രസ്സ് സ്കോട്ട്ലാൻഡിൽ ബോയ്സും മെന്നും വിയർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആൺകുട്ടികളും മെന്നും ഒക്കെ ഇടുന്നുണ്ട്. ആ സ്കേർട്ട് ലൈക്ക് ഗാർമെൻറ്റിന് പറയുന്ന പേരാണ് കിൽട്ട്. അപ്പം നമ്മുടെ സ്കേർട്ട് എന്ന് പറഞ്ഞ ഒരു ഓൾഡസ്റ്റ് ക്ലോത്തിങ് ആയിരുന്നു. ജനറലി അത് വിമനും ഗേൾസുമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്കോട്ട്ലാൻഡിൽ ആരാണ് യൂസ് ചെയ്യുന്നത്? ബോയ്സും മെന്നും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്കേർട്ട് ലൈക്ക് ഗാർമെൻറ്റ്, ഒരു തുണി സ്കേർട്ട് പോലെ ഇരിക്കുന്നത്, അതിന് പറയുന്ന പേരാണ് കിൽട്ട്. ഇനി വാട്ട് മെൻ വിയർ. ഇനി എന്താണ് മെൻ, പുരുഷന്മാരിടുന്ന ഡ്രസ്സസ് എന്തൊക്കെയാണ്? ദ ക്ലോത്ത്സ് ഓഫ് മെൻ ഓൾസോ വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതായത് മെന്നിൻ്റെ ഡ്രസ്സും ഓരോ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിൽ പോകുമ്പം ചേഞ്ച് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് മെൻ വിയർ ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട്. പാൻറ്റും ഷർട്ടുമാണ് കൂടുതലും മെൻ വിയർ ചെയ്യുന്നത്. സം മെൻ വിയർ കുർത്താസ് ഓർ അങ്കാരാക്സ്. അതായത് കുർത്താസ് അല്ലെങ്കിൽ അങ്കാരാഖാസ് എന്ന് പറയുന്ന ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കുർത്ത പോലെ കിടക്കുന്ന വിത്ത് പൈജാമ, അതായത് പൈജാമയും ഒരു ജുബ്ബ പോലെയൊക്കെയുള്ള കുർത്ത പോലെയുള്ള ഡ്രസ്സ് ഇടും. പിന്നെ ചുരിദാർസ്, ധോത്തീസ്, ലുങ്കീസ്. ചുരിദാർ എന്ന് പറഞ്ഞാൽ ലേഡീസ് ഇടുന്നതല്ല, അവർ പൈജാമ പോലെ കുർത്ത പോലെയൊക്കെ ഇടുന്ന ഡ്രസ്സസ് ഉണ്ട്. ഇനി ധോത്തീസ് ഉണ്ട്, അതായത് മുണ്ട്. ലുങ്കീസ് ഒക്കെയാണ് മെൻ യൂസ് ചെയ്യുന്നത്. സോ സം മെൻ വിയർ കുർത്താസ് ഓർ അങ്കാരാഖാസ് വിത്ത് പൈജാമാസ്, ചുരിദാർസ്, ധോത്തീസ് ഓർ ലുങ്കീസ്. അപ്പം ഇത്രയാണ് മെൻ വിയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്ലേസസിൽ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റീജിയൺ ദേ ലീവ് ഇൻ. അതായത് അവർ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് ഇങ്ങനെയുള്ള പല പല ഡ്രസ്സസ് അവരിടും. ദ ലുങ്കി ഈസ് കോൾഡ് വേഷ്ടി ഇൻ തമിഴ്നാടു ആൻഡ് മുണ്ട് ഇൻ കേരള. അതായത് നമ്മൾ കേരളത്തിൽ മുണ്ടെന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ വേഷ്ടി എന്നാണ് പറയുന്നത്. ഇൻ ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾ വിയർ എ ലോങ് വുളൻ കുർത്ത കോൾഡ് ഫിറാൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ നെക്സ്റ്റ് പേജിലുണ്ട്. അതായത് ജമ്മു കാശ്മീരിൽ ഒരു ലോങ് കുർത്ത ഉണ്ട്, വുളൻ കൊണ്ടുള്ള, തണുപ്പല്ലേ, അപ്പം അവരിടുന്ന ആ ലോങ് കുർത്തയ്ക്ക് പറയുന്ന പേര് ഫിറാൻ എന്നാണ്. സം മെൻ കവർ ദെയർ ഹെഡ് വിത്ത് എ ടർബൻ ഓർ എ ക്യാപ്പ്. ചിലർ എന്ത് ചെയ്യും, അവരുടെ തലയിൽ ഒരു തൊപ്പി അല്ലെങ്കിൽ ടർബൻ പോലെ ഒരു തുണിക്കെട്ട് പോലെ എന്തെങ്കിലും ഒരു സാധനം തലയിൽ കാണും. ദ സ്റ്റൈൽ ഓഫ് ടൈയിങ് എ ടർബൻ ആൻഡ് ദ പാറ്റേൺ ഓഫ് എ ക്യാപ്പ് ഡിഫേഴ്സ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇനി അത് കെട്ടുന്ന ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട് ഓരോ സ്റ്റേറ്റ്സിലും. അതിൻ്റെ പിക്ചറും താഴെ തന്നെയുണ്ട്, വിസിറ്റ് സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം മെന്ന് ജമ്മു കാശ്മീരിൽ മെന്നിടുന്ന ലോങ് വുളൻ കുർത്തയ്ക്ക് പറയുന്ന പേരാണ് ഫിറാൻ. ആൻഡ് അവിടെയുള്ള ചില മെൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ക്യാപ്പ് പോലെ, അല്ലേ, ഒരു ടർബൻ. അതായത് ഒരു തുണി കൊണ്ടുള്ളതാണ്, ഒരു തലക്കെട്ട് പോലെ. അതൊരു പാറ്റേൺ, അത് കെട്ടുന്നത് പല സ്റ്റൈലാണ് ഓരോ സ്റ്റേറ്റിലും. ദ ടർബൻസ് ആൻഡ് ഹെഡ് ഡ്രസ്സസ് ആർ യൂഷ്വലി വെരി കളർഫുൾ. ഇനി അവർ നല്ല കളർഫുള്ളായിട്ടുള്ള ടർബൻസ് അല്ലെങ്കിൽ ക്യാപ്പൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഫില്ലപ്പാണ്, ചെക്ക് പോയിൻ്റ്. ഫസ്റ്റ് വൺ, ഇൻ സമ്മർ പീപ്പിൾ വിയർ ഡാഷ് ക്ലോത്ത്സ്. സമ്മറിൽ ആൾക്കാരിടുന്ന ഡ്രസ്സ് ഏതാണ്? കോട്ടൺ ക്ലോത്ത്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലോത്ത്സ് വോൺ ബൈ പീപ്പിൾ ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ ആർ കോൾഡ് ഡാഷ് ക്ലോത്ത്സ്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ആൾക്കാർ മാത്രം ഇടുന്ന ഡ്രസ്സസിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രഡീഷണൽ ക്ലോത്ത്സ്. നെക്സ്റ്റ് ഈസ് വിമൻ വിയർ ഡാഷ് ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലുള്ള വിമൻ വിയർ ചെയ്യുന്ന ഡ്രസ്സാണ് പട്ടു. എന്താണ് പട്ടു? നമ്മൾ പഠിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, പട്ടു ഇൻ ഹിമാചൽ പ്രദേശ്. ഡാഷ് ഈസ് വോൺ ബൈ വിമൻ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലുള്ള വിമൻ ഇടുന്നതാണ് ഘാഗ്ര ചോളി. ഇതാണ് ഘാഗ്ര ചോളി.
മെൻ ഇൻ ഡാഷ് വിയർ മുണ്ട്. അപ്പം മുണ്ട് ആരാണ്? കേരളയിലാണ്. മെൻ ഇൻ കേരള വിയർ മുണ്ട്. അപ്പം ആ പേജിൽ അത്രയാണ്. ഇനി അതിനകത്ത് നെക്സ്റ്റ് മുണ്ട്, ഷർട്ടും മുണ്ടുണ്ട്, പിന്നെ ഫിറാൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഇനി സ്പെഷ്യൽ ഡ്രസ്സസ് ആണ്. ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് സച്ച് ആസ് വെഡ്ഡിങ് ആൻഡ് ഫെസ്റ്റിവൽസ് പീപ്പിൾ വിയർ സ്പെഷ്യൽ ക്ലോത്ത്സ്. ഇനി എന്തെങ്കിലും കല്യാണം അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഒക്കെ ഉള്ള ടൈമിൽ അവർ സ്പെഷ്യൽ ഡ്രസ്സസ് ഒക്കെ ഇടും. ദീസ് ഇൻക്ലൂഡ് സിൽക്ക് സാരീസ്, സ്യൂട്ട്സ് വിത്ത് ടൈസ് ആൻഡ് ഷെർവാണീസ്. അതായത് സിൽക്ക് സാരീസ് ഒക്കെ അവർ യൂസ് ചെയ്യും. സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പം എന്തെങ്കിലും കല്യാണമൊക്കെ വരുമ്പോഴത്തേക്കിന് പട്ട് സാരി പോലെയൊക്കെ കൊടുക്കത്തില്ലേ, അപ്പം സിൽക്ക് സാരീസ് വരും അതിനകത്തിൽ. പിന്നെ വേറെ ഏതാണ്? ടൈസ്, സ്യൂട്ട് വിത്ത് ടൈ, അതായത് പാൻറ്റും ഷർട്ടും ടൈയും സൂട്ടും ഒക്കെ ഇടും. ദെൻ ഷെർവാണിയൊക്കെ എന്ത് ചെയ്യും? സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസാണ്. പീപ്പിൾ ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് വിയർ ഷോൾസ് ഓഫ് ഡിഫറെൻറ്റ് പാറ്റേൺസ്. ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ളവരെന്ത് ചെയ്യും? ഷോളുണ്ട്, പല പാറ്റേൺസിലുള്ള ഷോൾസ് അവർ യൂസ് ചെയ്യും. ദേ ഓൾസോ വിയർ ഫാൻസി ഹെഡ് ഡ്രസ്സസ്. അതുപോലെ തലയിൽ പല പല ഫാൻസി ആയിട്ടുള്ള ഹെഡ് ഡ്രസ്സസും, തലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടർബൻ ക്യാപ്പ് പോലെ, അങ്ങനെ പല ഡിഫറെൻറ്റ് സ്റ്റൈൽസിലുള്ള ഹെഡ് ഡ്രസ്സസൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. അത് ഫെസ്റ്റിവൽസ് ആൻഡ് സെറിമണീസ്, എന്തെങ്കിലും ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ വരുന്ന ടൈമിലാണ് അവർ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സസൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ളവർ നല്ല ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള ഷോൾസും പിന്നെ ഫാൻസി ഹെഡ് ഡ്രസ്സസും ഒക്കെ അവർ യൂസ് ചെയ്യും. Many Indian clothes such as Banarasi and Kanjivaram sarees, Pashmina shawls, Naga shawls, chicken kurtas and lehengas are famous all over the world. അതായത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ക്ലോത്ത്സ് ആണ് ബനാറസി ആൻഡ് കാഞ്ചീവരം സാരീസ്. അതായത് കുറച്ച് കോസ്റ്റ്ലി ആണ്, ഫേമസ് ആയിട്ടുള്ള സാരീസാണ്. പിന്നെ പഷ്മീന ഷോൾ, അതൊക്കെയെന്ന് പറഞ്ഞാൽ അത് കാശ്മീരിൽ അല്ലെങ്കിൽ ഹിമാചലിലൊക്കെയുള്ള പ്രത്യേകതരം ഗോട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന വുളൻ കൊണ്ടുണ്ടാക്കുന്നതാണ് പഷ്മീന. വളരെ കോസ്റ്റ്ലിയാണ്. അതുമല്ല അത് കോൾഡിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് തണുപ്പൊക്കെ അടിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് ഇത് പഷ്മീന ഷോൾ. ദെൻ നാഗ ഷോൾസ്, ചിക്കൻ കുർത്താസ്, ലെഹങ്കാസ് ആൻഡ് ആർ ഫേമസ്. ഇത്രയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഫേമസ് ആയിട്ടുള്ളത്. സോ ഈ ചാപ്റ്ററിനകത്ത് ഇത്രയാണ് നമ്മുടെ ഡ്രസ്സസ്, വിമൻ വിയർ ചെയ്യുന്നത്, മെൻ വിയർ ചെയ്യുന്നത്, പിന്നെ കുറച്ച് സ്പെഷ്യൽ ഡ്രസ്സസ്. നോക്കിക്കുക, കുറച്ച് തലയിലെ ഡ്രസ്സസ് നോക്കിക്കുക, ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ അവർ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഏത് സ്റ്റേറ്റ്സാണെന്നൊക്കെ, ഓരോ സ്റ്റേറ്റ്സിനും പറ്റിയ തരത്തിലുള്ള ഡ്രസ്സസാണ് അവർ തലയിൽ വെക്കാനായിട്ട്. പല മോഡൽസിലുള്ള ഹെയർ ഡ്രസ്സസ് കാണാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടർബൻസ് ആൻഡ് ഹെഡ് ഡ്രസ്സസ്. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഓരോ സ്റ്റേറ്റിലെയും ട്രഡീഷണൽ ക്ലോത്ത്സിൻ്റെ പിക്ചറുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, സിക്കിം ഉണ്ട്, തമിഴ്നാടു, കേരള, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്. അപ്പം ഓരോ സ്റ്റേറ്റ്സിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ക്ലോത്ത്സ് ആണുള്ളത്. ഇനി നമുക്ക് എക്സസൈസ് പോർഷനിലോട്ട് പോവാം. ടിക്ക് ദി കറക്റ്റ് ആൻസർ. ദ ക്ലോത്ത്സ് ബി വിയർ ഡിപ്പെൻഡ് അപ്പോൺ പോപ്പുലേഷൻ, ലാംഗ്വേജ്, ക്ലൈമറ്റ്. അതായത് നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് അവിടുത്തെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്ലൈമറ്റാണ്. ദിസ് ക്യാൻ ബി വോൺ ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. അതായത് ഇത് പല സ്റ്റൈൽസിൽ ഇടാൻ പറ്റും. ഏതാണ്? ഷർട്ട്, സാരി, ട്രൗസർ. സാരിയാണ് പല സ്റ്റൈൽസിൽ ഇടാൻ പറ്റുന്നത്. ദെൻ വിമൻ ഇൻ ആസാം വിയർ. ആസാമിലുള്ള വിമൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് മെഖേല ചാദർ. ഇൻ തമിഴ്നാടു ദ ലുങ്കി ഈസ് കോൾഡ്. തമിഴ്നാട്ടിൽ ലുങ്കിക്ക് എന്താ പറയുന്നത്? വേഷ്ടിയാണ്. എന്താണ്? വേഷ്ടി. ദ വുളൻ കുർത്ത ദാറ്റ് പീപ്പിൾ വിയർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഈസ് കോൾഡ്. ജമ്മു കാശ്മീരിലുള്ള ആൾക്കാർ വിയർ ചെയ്യുന്ന വുളൻ കുർത്തയ്ക്ക് പറയുന്ന പേരാണ് ഫിറാൻ. എന്താണ്? ഫിറാൻ. അപ്പോൾ ഇത്രയാണ് ടിക്ക് ചെയ്യാനുള്ള ആൻസേഴ്സ്. നിങ്ങളത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്യുക. ഇനി അതിൻ്റെ താഴെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. അതിൽ അണ്ടർലൈൻഡ് വേർഡ്, അതായത് അണ്ടർലൈൻഡ് വേർഡ് കൊടുത്തിട്ടുണ്ട്, അത് ഇൻകറക്റ്റാണ്. കറക്റ്റായിട്ടുള്ള വേർഡ് നിങ്ങൾ അവിടെ എഴുതണം. പീപ്പിൾ വിയർ കോട്ടൺ ക്ലോത്ത്സ് വെൻ ഇറ്റ് ഈസ് കോൾഡ്. കോട്ടൺ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തത്, ഇൻകറക്റ്റാണ്. അതായത് കോൾഡ് ആകുമ്പോൾ നമ്മൾ ഏതാ ഇടുന്നത്? കോട്ടൺ അല്ല, പിന്നെ വൂളനാണ്. അപ്പം ആ കോട്ടൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് വൂളൻ. ഫനേക്ക് ഈസ് വോൺ ബൈ വിമൻ ഇൻ രാജസ്ഥാൻ. ഫനേക്ക് എന്ന് പറയുന്ന ഡ്രസ്സ് എവിടെ ഉള്ളവരിടുന്ന? രാജസ്ഥാനിലല്ല, പിന്നെ മണിപ്പൂറാണ്. സോ കറക്റ്റ് ആൻസർ അവിടെ മണിപ്പൂർ. യങ് ഗേൾസ് ഇൻ നോർത്ത് ഇന്ത്യ വിയർ പട്ടുപാവാട. പട്ടുപാവാട ഇടുന്ന നോർത്ത് ഇന്ത്യയിലല്ല, പിന്നെ സൗത്ത് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ സൗത്ത്. ദ ലുങ്കി ഈസ് കോൾഡ് ടർബൻ ഇൻ കേരള. കേരളയിൽ ലുങ്കിക്ക് ടർബൻ എന്നാണോ പറയുന്നത്? അല്ല. എന്താ പറയുന്നത്? മുണ്ട് അല്ലേ? മുണ്ടെന്നാണ്. അപ്പം ടർബൻ റോങ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ മുണ്ട്.
ഇനി ഡു ആൻഡ് ലേൺ എന്നുള്ള കുറച്ച് ആക്ടിവിറ്റിയാണ്. സെലക്ട് എനി 5 സ്റ്റേറ്റ്സ് ആൻഡ് അതർ ദാൻ ദോസ് മെൻഷൻഡ് ഇൻ ദിസ് ലെസൺ. അതായത് നിങ്ങൾ വേറെ സ്റ്റേറ്റ്സിലെ കണ്ടെത്തിയിട്ട് സ്റ്റേറ്റും അവിടെ വിമൻ എന്താ വിയർ ചെയ്യുന്നത്, മെൻ എന്താ വിയർ ചെയ്യുന്നതെന്ന് കണ്ടെത്തി എഴുതാനാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയൊക്കെ അത് എഴുതാൻ പറ്റും. അപ്പോൾ പല സ്റ്റേറ്റ്സിലെ ബുക്ക് എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ നോക്കുക. അതല്ലെങ്കിൽ ഫോണിൽ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റും അവിടുത്തെ വിമനും മെന്നും വിയർ ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഉണ്ട്. അത് പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്സ് അല്ലാതെ വേറെ സ്റ്റേറ്റ്സ് നോക്കുക. നെക്സ്റ്റ് റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മളതുപോലെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർഗനൈസ് മൈ സ്റ്റേറ്റ് ഡേ ഇൻ ക്ലാസ്, വിയർ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഓഫ് യുവർ സ്റ്റേറ്റ്. നമ്മൾ കേരളയാണ്, അപ്പം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, പെൺകുട്ടികളാണെങ്കിൽ പട്ടുപാവാട, ആൺകുട്ടികളാണെങ്കിൽ മുണ്ട് ഷർട്ടൊക്കെ നമ്മളത് ഓണം ടൈമിലൊക്കെ നമ്മളത് വിയർ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കോസ്റ്റ്യൂം വിയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു വെബ് ലിങ്ക് ഉണ്ട്, നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ പല പല സ്റ്റേറ്റ്സിലുള്ളവരിടുന്ന ഡ്രസ്സസിനെ പറ്റി അറിയാൻ പറ്റും. ഇനി ലാസ്റ്റ് ലൈഫ് സ്കില്ലാണ്. ഡു യു നോ ഹൗ ടു വാഷ് സോക്സ്? ഹിയർ ആർ സം സ്റ്റെപ്സ്. അതായത് സോക്സ് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു അതായത് നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട, നിങ്ങളിപ്പം കൊച്ചു കുട്ടികളാണ്, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഡ്രസ്സസൊക്കെ എന്താണ് കഴുകി ഉണക്കിയൊക്കെ അല്ലേ. സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂണിഫോം എന്തോ കഴുകാൻ പറ്റത്തില്ല, പക്ഷേ സോക്സ് അങ്ങനെയൊക്കെയുള്ള ടൈ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് തന്നെ വാഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓരോ സ്റ്റെപ്സ് നോക്കിക്കേ. സോക്ക് യുവർ സോക്സ് ഇൻ വാട്ടർ ഫോർ 30 മിനിറ്റ്സ്. ആദ്യമേ വെള്ളത്തിൽ ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്യണം, കുതിർത്ത് വെക്കണം. അപ്ലൈ സോപ്പ് ഓൺ ദ സോക്സ്. അത് കഴിഞ്ഞിട്ട് സോപ്പ് ഇടുക സോക്സിൽ. റിൻസ് ദം, വെള്ളത്തിൽ നന്നായിട്ട് ഉലയ്ക്കുക. ജെൻലി വയറിങ് ഔട്ട് ഓൾ ദ വാട്ടർ. പിന്നെ എന്ത് ചെയ്യണം, വെള്ളമെല്ലാം കുടഞ്ഞ് അല്ലെങ്കിൽ പിഴിഞ്ഞ് കളയണം. ഹാങ് ദം ടു ഡ്രൈ. പിന്നെ നമ്മൾ വെയിലത്ത് ഉണക്കാനിടണം അല്ലേ. നമുക്കെല്ലാം അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തുണി നനയ്ക്കുന്നതൊക്കെ, അമ്മയൊക്കെ തുണി അലക്കുന്നതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം കോവിഡൊക്കെ മാസ്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈമാണ്. അപ്പം നിങ്ങൾക്ക് സിംപ്ലി എന്താണ് മാസ്കൊക്കെ കഴുകിയൊക്കെ ഇടുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് സോക്സ് ഒന്നും ഇല്ല എല്ലാവർക്കും കഴുകാൻ. അപ്പം ഇതൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് 13th ലെസൺ എന്ന് പറയുന്നത്, ദ ഡ്രസ് വി വിയർ. നല്ലതായിട്ട് വായിക്കണം. ഓരോ ഡ്രസ്സസിൻ്റെയൊക്കെ പേരൊക്കെ വളരെ ഡിഫിക്കൽട്ടുണ്ട്. സോ മിസ് ഇതിൻ്റെ കൂടെ നോട്ട്സും കൂടെ തരുന്നുണ്ട്. ഇനി നമുക്ക് 12th ലെസണിൻ്റെ ഒരു TP വരുന്നുണ്ട്. മിസ് ഇത് വാട്സപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ആ 12th ലെസൺ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം 13th ലെസൺ നമ്മുടെ കംപ്ലീറ്റായി. താങ്ക് യു.